ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരെല്ലാം നല്ല നല്ല ഫീഡ്ബാക്കുകളാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ തമ്പനയിൽ കൊടുക്കുന്ന പോലെ വീട്ടമ്മമാർ പ്രത്യേകിച്ചും കാണുക കേട്ടോ. വീട്ടമ്മമാർ കാണേണ്ട ഒരു വീഡിയോ ആണ്. അതുപോലെ റിട്ടയറായിരിക്കുന്ന വീട്ടമ്മമാരുടെ ഭർത്താക്കന്മാരും, ഞാൻ എന്തെങ്കിലും പറയുന്നു എന്ന് വിചാരിക്കേണ്ട, അപ്പൂപ്പന്മാരും അമ്മമ്മമാരും എല്ലാവരും 35 വയസ്സ് കഴിഞ്ഞ ഇങ്ങോട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ ഇത് 15 വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇന്ന് തമ്പനയിൽ കൊടുക്കുന്നത് വീട്ടമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അവർ നമ്മളുടെ എല്ലാ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കോൺഫിഡൻസോടുകൂടി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒക്കെ കുറച്ച് മുടി നരയ്ക്കുക അല്ലെങ്കിൽ മുഖം ചുളിഞ്ഞിരിക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് തന്നെ എന്തോ പോലെ ആകും. നമ്മളുടെ ജീവിതം തന്നെ അങ്ങനെ മാറിയോ വിചാരിക്കും കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു വീഡിയോ ഉണ്ടാക്കിയതാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇത് വന്നിട്ട് കറ്റാർ വാഴയിൽ ഉണ്ടാക്കിയ, കറ്റാർ വാഴയുടെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ ഇതൊരു സാധാരണ സോപ്പല്ല. ഈ സോപ്പിൻ്റെ കൂടെ വേറൊരെണ്ണം കൂടി പറയുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത് വാങ്ങിയവരുണ്ട്, വാങ്ങാത്തവരുണ്ട്. അപ്പോൾ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കറ്റാർ വാഴ എന്ന് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും കേട്ടോ. കറ്റാർ വാഴ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടമ്മമാരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. പലരും ഇത് പൾപ്പായിട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അതിൽ അത്ര വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. ഈ ഒരൊറ്റ സോപ്പിലും ഈ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും കേട്ടോ. ഈ ചുളിവുകൾ മാറും. അതുപോലെ തന്നെ പ്രായക്കുറവ് തോന്നിക്കും. അതുപോലെ സ്കിന്ന് നല്ല ടൈറ്റാകും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് മുഖത്ത്, ശരീരത്ത്. അതുപോലെ ഡ്രൈ സ്കിന്നായവർക്ക്, അതുപോലെ മോയ്സ്ചറൈസിങ് വേണം എന്നുള്ളവർക്ക്, ഇങ്ങനെ നല്ല തൊലിയൊക്കെ നല്ല മിനുസമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ഫുള്ളും നല്ല ഒരു മോയ്സ്ചറൈസിങ് ആയിരിക്കും. സാധാരണ സോപ്പിടുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും, പ്രായം തോന്നിക്കും, ഇങ്ങനെ വലിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ബോഡിയുടെ ഗുണങ്ങൾ. പിന്നെ തലയിലും തേക്കാം ഈ ഒരു ഒറ്റ സോപ്പിൽ കേട്ടോ. തലയിൽ നിങ്ങൾക്ക് തേക്കാം, തലമുടി വളരും. അതുപോലെ നരച്ച മുടിയൊക്കെ കുറഞ്ഞു വരും. അതുപോലെ കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെ അത്യുത്തമമായ ഒരു സോപ്പാണ് എൻ്റെ ഈ പ്രൊഡക്റ്റ് കേട്ടോ. ഇതിലും മായമില്ല, മന്ത്രമില്ല കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് പറയുന്നതാണ്. എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനൊന്നുമില്ല, നിങ്ങളുടെ എല്ലാവരുടെയും സ്കിന്ന് നന്നായിരിക്കാൻ വേണ്ടിയിട്ട്. ചെറിയ കുട്ടികളടക്കം ഇപ്പോൾ നമ്മളുടെ പരസ്യത്തിൽ കണ്ടിട്ട് വാങ്ങുന്നതാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, എല്ലാവരുടെയും സ്കിൻ സുരക്ഷയ്ക്ക്, സൗന്ദര്യം മാത്രമല്ല സ്കിന്നിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉപകാരം ഉണ്ടെങ്കിൽ മറ്റെല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനൊന്നുമില്ല. നിങ്ങൾ എത്രയോ പൈസ കൊടുത്ത് വാങ്ങിയതിൽ ഇത് വളരെ തുച്ഛമായിട്ട് നിങ്ങൾക്ക് തരികയാണ് ഞാൻ കേട്ടോ. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡൊക്കെ പറയും, ഇത് ചെയ്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല, ഒരു ലാഭവും ഇല്ല എന്നൊക്കെ പറയും. ഞാൻ പറയും, എൻ്റെ ഒരു പാഷനാണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്നുള്ള ഒരു ഗുണവും കൂടിയാണ്. അതുപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോസ്, മോട്ടിവേഷൻ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക. എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉള്ളതാണ്. ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ കേട്ടോ. അത് ഇതിൻ്റെ കൂടെ പറഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, ഒന്ന് ഹിൻഡ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു പ്രൊഡക്റ്റും കൂടി പറയാം. നിങ്ങൾ വാങ്ങിയതാണ്, എന്നാൽ അതിൻ്റെ യൂസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക കേട്ടോ. കമൻറ്റ് വന്നിട്ട് എൻ്റെ റീച്ച് കൂട്ടാനൊന്നും അല്ല, നിങ്ങൾ ഇടുമ്പോഴാണ് ബാക്കിയുള്ളവർക്ക് വാങ്ങാൻ തോന്നുക. എന്താണെന്നുള്ളത് എല്ലാവരും പേഴ്സണലായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളവർക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കമൻ്റ് ഇടാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ യൂസായി എന്നുള്ളത് ഓരോ പ്രൊഡക്റ്റിൽ നിങ്ങൾ കമൻ്റ് ഇടുക കേട്ടോ. അപ്പോൾ അങ്ങനെ ആ അലോവേറ സോപ്പ് ഇത് കണ്ടോ, ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് വെച്ചിരിക്കുകയാണ്. അത് തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം വാങ്ങിക്കാൻ വരും, അവർ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഞാൻ വേഗം പടപടാന്ന് വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് അവർക്ക് ഇതാണ് കേട്ടോ പ്രൊഡക്റ്റുകൾ. ഇന്നത്തെ പാർട്ടി വെളിയിൽ വന്ന് വെയിറ്റിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ എടുക്കുക പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. ഈ സോപ്പ് കണ്ടവരുണ്ടാവും, കാണാത്തവർ കേട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും, ഇതൊരു ബോക്സിൽ 3 എണ്ണമാണ്. ബോക്സായിട്ട് ഇപ്പം ഞാൻ അയക്കാറില്ല ഒന്നും, എല്ലാം പൊട്ടി വരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ പാക്കറ്റിലാണ്. അപ്പോൾ ഈ ഒരു സോപ്പിന് തന്നെ 3 എണ്ണത്തിന് 150 രൂപയാണ്. ഇത് ഒരെണ്ണം 50 രൂപ, 100 ഗ്രാമാണ് കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു അലോവേറ സോപ്പ് അല്ല. നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ.
എൻ്റെ ഈ മുഖം കാണുന്നില്ലേ, ഇതിൽ വന്നിട്ട് ഞാൻ ഒരു മേക്കപ്പോ ഒരു ക്രീമോ ഒന്നും ഇടാറില്ല കേട്ടോ. പുറത്ത് പോകുമ്പോൾ വേണമെങ്കിൽ മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇടും. ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. വർഷങ്ങളായി, 10-25 വർഷത്തോളമായി കേട്ടോ. ഇത് തന്നെ എനിക്ക് അലർജി വന്ന് ഉണ്ടാക്കി അങ്ങനെ ഞാൻ എല്ലാവർക്കും സെയിൽ ചെയ്യാൻ തുടങ്ങിയതാണ്. അപ്പോൾ വെയിറ്റിങ്ങിലായതുകൊണ്ട് ഞാൻ ധൃതി പിടിച്ച് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഫേസ് തന്നെ നോക്കി. ഞാൻ ഒരു ഇതും ഞാൻ ചെയ്യാറില്ല. പാർലറിൽ പോയി, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, പക്ഷേ എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഫേഷ്യൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ മകൻ്റെ ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ ഒരു ഫേഷ്യൽ ഞാൻ ചെയ്തിട്ടില്ല, സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്നോട് പാർലറിൽ വരുന്നവർ ചോദിക്കും, ആൻറ്റി എല്ലാവർക്കും ചെയ്തു തരുന്നു, പിരിയം ചെയ്യുന്നില്ല, ഫേഷ്യൽ ചെയ്യുന്നു, പിന്നെന്താണ് പറഞ്ഞിട്ട് അവർ കളിയാക്കി ചോദിക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ല. ദൈവത്തിന് തുല്യമായിട്ട് ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയുകയാണ്. ഞാൻ ഒരു ഫേഷ്യൽ എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. പാർലർ നടത്തിയിരുന്നപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്, അല്ലാതെ ഞാൻ ഫേഷ്യലേ ചെയ്തിട്ടില്ല. ഒരു കോസ്മെറ്റിക്സും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ചുണ്ടിൽ നോക്കൂ, ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ലിപ്സ്റ്റിക് ഇട്ടില്ല, ഇന്നവരെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല കേട്ടോ. എൻ്റെ മരുമോൾക്ക് അറിയാം കേട്ടോ. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞാലും വിശ്വസിക്കില്ല, മരുമോൾക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, നമ്മൾ കണ്ട കോസ്മെറ്റിക്സുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നതിന് വരെ സത്യസന്ധമായിട്ടുള്ള എൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാനേ അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. സാധാരണക്കാർക്ക് അതുപോലെ വീട്ടമ്മമാർക്കൊന്നും അറിയില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ യൂട്യൂബിലൂടെ കണ്ടിട്ട് പലതും അറിയാം, എന്നാലും അവർ ജോലി ചെയ്ത് ഒന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു, ഫേസ് പാക്ക് കേട്ടോ. ഈ ഫേസ് പാക്ക് ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞു. ഈ പാക്കറ്റിലായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ ഉള്ളവർക്കൊക്കെ ബോക്സിൽ കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോക്സ് പൊട്ടിപ്പോവുകയാണേ കൊറിയർ അയക്കുമ്പോൾ. അതാ കണ്ടോ, ഇത് വന്നിട്ട് 50 രൂപയാണ് കേട്ടോ, 20 ഗ്രാം കേട്ടോ. ഇങ്ങനെയാണ് അയക്കുന്നത്. ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 40 ഗ്രാം 100 രൂപ കേട്ടോ. അപ്പം അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ഗുണം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നു പോകുന്നത് എഴുതിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എത്ര കറുപ്പായവരും വെളുക്കും കേട്ടോ. വെളുക്കുന്നതാണ് ഇതിൻ്റെ ഡെയിലി യൂസ് ചെയ്യണം. ഈ സോപ്പും ഈ ഫേസ് പാക്കും കൂടി യൂസ് ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ ഈ ഒരൊറ്റ ഫേസ് പാക്ക് മാത്രം മതി, നിങ്ങൾക്ക് ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറിലോ, ഞാൻ പ്രത്യേകം പറയാം, പൂജയുടെ റോസ് വാട്ടർ എടുക്കരുത് കേട്ടോ. അപ്പോൾ ഈ 2 സാധനങ്ങൾ ഉണ്ടായാൽ തന്നെ നിങ്ങളുടെ ശരീരത്തിനും ഫേസിനും ആവശ്യത്തിലധികം സൗന്ദര്യവും കിട്ടും. നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്തിട്ടും മാറ്റമില്ല, ഇത് പരീക്ഷിക്കൂ, ഫലം ഉറപ്പാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വീട്ടമ്മമാർക്കോ ഒക്കെയാണ്. അതുപോലെ പ്രായം കുറവ് തോന്നിക്കും. ഞാൻ എടുത്ത് പറയാം, എനിക്ക് അടുത്ത വർഷം 60 വയസ്സായി. ഞാൻ പറഞ്ഞില്ല, ഒന്നുമേ ചെയ്തിട്ടില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് പറയാണ്. അതുപോലെ തന്നെ ഹെയറിന് നിങ്ങൾക്ക് ഹെയർ ഡൈയും ഉണ്ട്, ഹെയർ പാക്കും ഉണ്ട്. ഹെയർ ഡൈ ഇടുന്നവർ ഈ ഹെയർ പാക്കും കൂടി യൂസ് ചെയ്യുക. 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുക. നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഞാനിതിൽ ഓർഗാനിക്കായിട്ടുള്ളതാണ്, പച്ചില പൊടികളാണ് എല്ലാം. ഞാൻ വീണ്ടും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഈ 5 പ്രൊഡക്റ്റ്, ഈ 4 പ്രൊഡക്റ്റും, വേറൊരു സോപ്പും കൂടിയുണ്ട്, ഫെയർ ആകാനുള്ള സോപ്പ്, അത് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. ഇത് ഒരാൾക്ക് പാക്ക് ചെയ്താൽ വെച്ചത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 4 പ്രൊഡക്റ്റ് മറ്റേ സോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ വിലയാണ് കേട്ടോ. നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് വേണമെങ്കിൽ എന്നെ തെറിയും വിളിച്ചോളൂ കേട്ടോ. ഞാൻ ഗ്യാരണ്ടി വേണമെങ്കിൽ തരാം. പിന്നെ ഹെയർ ഡൈൻ്റെ കാര്യത്തിൽ എനിക്ക് അതിൽ കെമിക്കലൊന്നും ഇല്ല, എന്നാലും ചിലപ്പോൾ ആ സിട്രിക് ആസിഡും ബാരിയം പെറോക്സൈഡ് ഞാൻ പറയുന്നത് ഒരു പിഞ്ചിന് താഴെ. സിട്രിക് ആസിഡൊക്കെ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ, നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന അച്ചാറിനൊക്കെ. അപ്പം അതിൻ്റെ ഒരു അലർജി വന്നിട്ട് ഒരു 3-4 പേര്, ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്, 3-4 പേര് ചൊറിച്ചിൽ പോലെ പറഞ്ഞു. പക്ഷെ അതപ്പം തന്നെ മാറിയെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴുള്ള ഓയിൽമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡൈ ഉപയോഗിക്കുന്നവരൊക്കെ അതൊന്ന് തേച്ചിട്ട് യൂസ് ചെയ്ത് നോക്കുക, നല്ല ഫലമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ഡീറ്റെയിലായിട്ട് കാണുക, വാലും തുമ്പും കണ്ടിട്ട് ഓരോന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്കുള്ളതാണ്. എന്ത് സംശയം, നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പറയുക. അതുപോലെ തന്നെ എൻ്റെ കണ്ടോ ജ്വല്ലറി മേക്കിംഗ് ആണ്. ഞാൻ എൻ്റെ പഴയ വളകൾ, നമ്മൾ ഫാൻസി വളകളൊക്കെ വെച്ചിട്ട് ജ്വല്ലറി മേക്കിംഗ് ഇതാ കണ്ട. ഇത് പിന്നെ വേറെ ഒരെണ്ണം ഉണ്ട്, ഒരു റെഡ് കളറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം, ആവശ്യമുള്ളവർ പറയും. നിങ്ങളുടെ പഴയ വളകളൊന്നും കളയണ്ട, സിമ്പിളായിട്ട്. ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സ് ഒന്നും ഞാൻ ഇടാറില്ല കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട്.
എൻ്റെ മകൻ്റെ കല്യാണത്തിന് മാത്രമേ ഞാൻ ഓർണമെൻറ്റ്സ് ഇട്ടുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ ഇങ്ങനത്തെ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇത് ഗോൾഡാണ്. ഇതുപോലെ തന്നെ ഞാൻ ഇമിറ്റേഷനിൽ ഉണ്ടാക്കിയിട്ട് പല പല ടൈപ്പുകൾ ഞാൻ ഉണ്ടാക്കി ഞാൻ തന്നെ ഇടും. ചിലവർക്ക് കൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. അത് കണ്ടോ, പഴയ മോതിരമാണ്. പഴയ ഈ ഫാൻസി മോതിരമൊക്കെ പൊട്ടിയിട്ട് ഞാൻ മുത്തൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ കണ്ടോ. നന്നായിട്ടില്ലേ? കാണുമ്പോൾ തന്നെ നല്ല ലുക്കില്ലേ? കണ്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഓക്കെ.